Hello dear student, welcome back to EG Valley 2.0. Plus 2 economicsലെ മാക്രോ എക്കണോമിക്സ് നമുക്കിനി എങ്ങനെ പഠിക്കാം 5-6 പാഠങ്ങൾ ഓരോ പാഠത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൈക്രോ എക്കണോമിക്സിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, പ്രത്യേകം കാണാം. ഒപ്പം തന്നെ 2 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാനും കണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു എക്സാമും കൂടെ ഉള്ളൂ, അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നന്നായി അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് കിട്ടാനായിട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ മാക്രോ എക്കണോമിക്സിലുള്ള 6 പാഠങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ നമുക്ക് നോക്കാം. 6 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. മൈക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ച് മാക്രോ എക്കണോമിക്സിൽ നമുക്ക് കർവുകൾ വളരെയധികം കുറവാണ്. ഒരു 2-3 കർവുകളുള്ളൂ. ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ, ഒരു ലിക്വിഡിറ്റി ട്രാപ്പ്, പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെയും. ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു 2 കർവ്. അത് നല്ല എളുപ്പമാണ്, പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും നമുക്ക് അവിടെ ഇല്ല. പക്ഷേ നമുക്ക് മാക്രോനെ സംബന്ധിച്ച് മോർ ഇക്വേഷൻസ് ആൻഡ് തിയറീസ് ഉള്ളത് മാക്രോയിലാണ്. അപ്പോൾ മൈക്രോ ആണ് പഠിക്കാൻ ഏറ്റവും എളുപ്പം, അതായത് വേഗം കഴിയും. കർവുകൾ ജസ്റ്റ് പഠിക്കുക, അത് മനസ്സിലാക്കി പഠിക്കാം. പക്ഷേ മാക്രോ തിയറിയാണ്. ചില സ്റ്റുഡൻസിന് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ചിലർക്ക് തിയറി ബേസ് ആണ് ഇഷ്ടമെങ്കിൽ അവർ ആദ്യം പഠിക്കേണ്ടത് മാക്രോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പഠിക്കേണ്ട ഇക്വേഷൻസും പഠിക്കേണ്ട തിയറീസും കുറച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കാനായിട്ട് നന്നായി നോക്കുക. ബിസിനസ് സ്റ്റഡീസ് പോലെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നീട്ടി വലിച്ച് പാരഗ്രാഫ് തിരിച്ചിട്ടൊന്നും എഴുതണ്ട. അപ്പോൾ essay മാർക്ക് 8 മാർക്കിന് ചോദിച്ചാൽ പോലും പോയിന്റ് വൈസ് എഴുതിയാലും മെയിൻ പോയിന്റുകളാണ് നമുക്കവിടെ ആവശ്യം. അതുപോലെ തന്നെ എല്ലാ ഇക്വേഷൻസും കാണാപ്പാഠം പഠിച്ചിരിക്കാനുള്ള ടൈം നമുക്കില്ല. ഇക്വേഷൻസ് പഠിക്കുമ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് അത് നമുക്ക് എങ്ങനെ അറിയാം? നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, വെയിറ്റേജ് നോക്കി പഠിക്കാം. ചാപ്റ്ററുകൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ചാപ്റ്ററിനാവും നമുക്ക് ഇക്വേഷൻസ് ചോദിക്കാം. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണം. കാരണം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൻലി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മാക്രോയിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു മാർക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് നോക്കി വെക്കാം. ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സിൽ 7ാമത്തെ പാഠമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ സെക്കൻഡ് പാർട്ട് പോലെ ചാപ്റ്റർ 1 തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ചിലയിടത്തോ ചാപ്റ്റർ 7 ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 അല്ലെങ്കിൽ ചാപ്റ്റർ 7 ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം കേട്ടോ, 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട്. ചിലപ്പോൾ അത് 3 മാർക്കിലേക്ക് പോകുന്നല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായി, ഇവല്യൂഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് ചോദിക്കും. ദെൻ എക്സാമ്പിൾസ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ, അതായത് 2 മാർക്കിനാണ് ചോദിക്കാറ്. നമുക്ക് കുറേ എന്താ പറയുക എക്സാമ്പിൾസ് തരും. എന്നിട്ട് അതേ നമ്മളോട് മൈക്രോ മാക്രോ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറയും. മാക്രോ ഒരു സെക്ഷൻ, മൈക്രോ ഒരു സെക്ഷൻ. അപ്പം മൈക്രോ എന്ന് പറയുന്നത് സ്മോൾ യൂണിറ്റ്സ് ഓഫ് എക്കണോമിയാണ്, മൈക്രോ എന്ന് പറയുന്നത് ലാർജ് യൂണിറ്റ് ആണ്. അപ്പോൾ രണ്ടും അങ്ങനെ വിചാരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദെൻ മേജർ സെക്ടേഴ്സ് ഓഫ് ആൻ ഇക്കോണമി നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. അതായത് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടറാണ്. ദെൻ മൈക്രോ മാക്രോ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 4 മാർക്കിന് ചോദിക്കാം. ഇത് മിസ് മൈക്രോയിൽ ഇട്ടിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ മാക്രോയിൽ ഇട്ടിട്ടുണ്ട്. കാരണം രണ്ടിലും പഠിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. 4 മാർക്കിൻ്റെ വെയിറ്റേജ് തന്നെയാണ്, അപ്രോക്സിമേറ്റ് ആണ്, ചിലപ്പോൾ കൂടാൻ കുറയാം. ദെൻ ചാപ്റ്റർ 2 18 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് എന്താ പറയുക തിയറീസും ഇക്വേഷൻസും ഉള്ള പാഠമാണ്. ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് ഉള്ള പാഠമാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം 2 മാർക്കിന്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണെന്ന് വരയ്ക്കാൻ പഠിക്കണം. അതിലുള്ള 2 തരം മാർക്കറ്റുകൾ, റിയൽ ഫ്ലോ, മണി ഫ്ലോ, അതേപോലെ തന്നെ എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അതൊക്കെ വേണമെങ്കിൽ പഠിക്കാം. ദെൻ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ഓർ GDP. ഇതിൽ എന്താണ് ഈ 2 ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനും ചോദിച്ചിരുന്നത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് GDP എന്നായിരുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, കുറേ കുട്ടികളൊക്കെ നാഷണൽ ഇൻകം അല്ല, അത് GDP അല്ലല്ലോ. അപ്പോൾ GDPയിൽ എല്ലാവരും എന്ത് എഴുതി വെച്ചു, GDP മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും ഒക്കെ തമ്മിലുള്ള ഇക്വേഷൻസ് എഴുതി വെച്ചു. അത് തെറ്റാണ്. ഈ മെത്തേഡ്സ് ചോദിക്കുമ്പോൾ നാഷണൽ ഇൻകം ആയാലും GDP ആയാലും 3 മെത്തേഡാണ്: പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ദെൻ GDP കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എക്സ്പെൻഡിച്ചർ മെത്തേഡിലും ഇൻകം മെത്തേഡിലും നമുക്ക് കുറേ
എമൗണ്ടുകൾ തരും. ഇത് പ്രോബ്ലം ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ വേജസ് തരും, റെന്റ് തരും, പ്രോഫിറ്റ് തരും. അപ്പോൾ നമ്മളുടെ ഇൻകം മെത്തേഡാണ് നമുക്കറിയണം. അതുപോലെ വേജസ് നമ്മൾ പ്രോബ്ലത്തിന്റെ വീഡിയോയിൽ ചെയ്യൂട്ടോ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ GDPനെ വെൽഫെയറിന്റെ, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നേഷന്റെ വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മളോട് കമന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു 3 പോയിന്റുകളുണ്ട്. GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, GDP ആൻഡ് നോൺ മോണിറ്ററി ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ ഹാംഫുൾ പ്രൊഡക്റ്റുകളെല്ലാം അതിൽ വാല്യൂ ചെയ്യുന്നുണ്ട്, ആൽക്കഹോളിൻ്റെയും ഡ്രഗ്സിൻ്റെ ഒക്കെ. അങ്ങനെയൊക്കെ നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റാവുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ല GDP എന്ന് പറയുന്നത്. വെൽഫെയറിൻ്റെ ഇൻഡിക്കേറ്റർ അല്ല. അങ്ങനെ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. നോ എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന 3-4 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കാം. ദെൻ GNP, NNP, GDP ഇത് 3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ വെച്ച് തരാറുണ്ട്. എല്ലാം തരും. FC, മാർക്കറ്റ് പ്രൈസ്, ഏത് വേണമെങ്കിലും വരാം. നമ്മളത് പഠിക്കണം. ദെൻ കൺസ്യൂമർ ഗുഡ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് 3 മാർക്കാണ്. ഇത് നമുക്ക് 4 മാർക്കിനാണ് വരാറ്. ഈ മെത്തേഡ്സ് നമുക്ക് 8 മാർക്കിനാണ് പോവുക. ഇത് നമുക്ക് 4 മാർക്കിനാണ് വരാറ്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കണം. ഓക്കെ, മെയിനായിട്ട് പഠിക്കാം. ദെൻ ചാപ്റ്റർ 3 എന്ന് പറയുമ്പോൾ മണി ആൻഡ് ബാങ്ക് ആണ്. കൂടുതലും ഇതിൽ ഇക്വേഷൻസ് അല്ല ഉള്ളത്. ഇതിൽ കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഡിഫിക്കൽട്ടീസ് അണ്ടർ ബാർട്ടർ സിസ്റ്റം 4 മാർക്കിന്. എന്താണ് മെഷർ ഓഫ് വാല്യൂ ഇല്ല, സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ല, ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് ഉണ്ട്. ദെൻ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ ബാർട്ടർ സിസ്റ്റം പണ്ടത്തെ. അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ്. എന്താ പറയുക, ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുമ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ, മെഷർ ഓഫ് വാല്യൂ, അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഡെഫേർഡ് പേയ്മെൻറ്റ്, ഫ്യൂച്ചർ ഡെഫേർഡ് പേയ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് മെഷറിങ് വാല്യൂ ഉണ്ട്. അങ്ങനെ തുടങ്ങിയ കംപ്ലീറ്റ് ഫങ്ഷൻസ് ഓഫ് മണി ഒരു 5-6 എണ്ണം. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ചിലത് കണ്ടിൻജൻറ്റ് ഫങ്ഷൻസും ഉണ്ട് കേട്ടോ. അതങ്ങനെ എഴുതി വെക്കണം. നമുക്കിത് 5 മാർക്കിന് പോകും കേട്ടോ. ദെൻ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്നും ചോദിക്കാം, ഫങ്ഷൻസ് ഓഫ് RBI എന്നും ചോദിക്കാം. കുറേ കുട്ടികൾക്ക് ഇതും കൺഫ്യൂഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് ചോദിച്ചാലും ഫങ്ഷൻസ് ഓഫ് RBI എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. കാരണം നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്താണ് നമ്മുടെ ഫങ്ഷൻസ്? കറൻസി ഇഷ്യൂ ചെയ്യുന്നു, ഗവൺമെന്റിന്റെ ബാങ്ക് ആണ്, ബാങ്കേഴ്സ് ടു ദ ബാങ്ക് ആണ്, ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് ആണ്. ദെൻ പബ്ലിക് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെല്ലാം നമുക്ക് തരുന്നു. അങ്ങനെ തുടങ്ങിയ കംപ്ലീറ്റ് മോണിറ്ററി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? അപ്പെക്സ് ബോഡി ഓഫ് മോണിറ്ററി ഇഷ്യൂ ആരാണ്? നമ്മുടെ RBI ആണ്. അങ്ങനെ ഫങ്ഷൻസ് ചെയ്താൽ ദെൻ ഡിമാൻഡ് ഫോർ മണി 3 എണ്ണാണ് അവിടെ ഉള്ളത്. അതിൽ 5 മാർക്കിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ലിക്വിഡിറ്റി പ്രിഫറൻസുകളെന്നും ചോദിക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് ചോദിക്കാം, മോട്ടീവ്സ് ഓഫ് മണി എന്ന് ചോദിക്കാം. അതായത് പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്റ്റീവ് മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ലിക്വിഡിറ്റി ട്രാപ്പ് ഒക്കെ വരുന്നത് സ്പെക്കുലേറ്റീവിലാണ്. ചിലപ്പോൾ സ്പെക്കുലേറ്റീവ് മോട്ടീവ് മാത്രം നമുക്ക് 3 മാർക്കിന് ചോദിക്കാം, ട്രാൻസാക്റ്റീവ് മോട്ടീവ് മാത്രം നമുക്ക് 3 മാർക്കിന് ചോദിക്കാം. അതൊക്കെ പഠിക്കണം. ദെൻ മണി സപ്ലൈ എന്ന് പറയുമ്പോൾ M1, M2, M3, M4 ആണ്. ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് ചോദിക്കാനാവും, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തരാം. അതല്ല എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാനാവും, പ്രോബ്ലം പോലെ ആവും വരാം. ദെൻ ഇതിനെ പറ്റി മണി സപ്ലൈനെ കുറിച്ചിട്ട് എഴുതാനാവും വരാം. അപ്പോൾ M1, M2, M3, M4 ഇതിൽ M3 ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എഴുതി വയ്ക്കാം. ദെൻ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് വാട്ട് ആർ ദ പോളിസി ഓർ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ബൈ ദ RBI ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ മണി സപ്ലൈ ഇൻ അവർ മാർക്കറ്റ് അല്ലെ. മണി മാർക്കറ്റിൽ ഇത് ഇൻഷുറൻസും ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെന്റ്സുകൾ ഏതൊക്കെയാണ് നമ്മളോട് ചോദിക്കും. അപ്പം നമ്മളോട് എഴുതേണ്ടത് മെയിനായിട്ട് ഏതൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ, RDR, CRR, SLR, അതുപോലെ തന്നെ വാരിയിങ് റിസർവ് റേഷ്യോ, ദെൻ അങ്ങനെ കുറച്ച് സ്റ്റെറിലൈസേഷൻ ബൈ RBI, മോറൽ സുവേഷൻ, ഓക്കെ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. ദെൻ ഹൈപ്പവേർഡ് മണി എന്ന് വെച്ചാൽ എന്താ പറയുക, ഹയസ്റ്റ് മോണിറ്ററി എന്നാണ് നമ്മൾ പറയുക. ഹൈപ്പവേർഡ് മണി കാണാനുള്ളത് ഇക്വേഷൻ പഠിക്കണം. കറൻസിയും കോയിൻസും ക്രെഡിറ്റും എല്ലാം കൂടി കിട്ടുന്നതാണ് ഹൈപ്പവേർഡ് മണി. ദെൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് സെപ്പറേറ്റ് നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. ഹൈപ്പവേർഡ് മണി നമുക്ക് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ തിയറി ബേസ്ഡ് ആണ്. എല്ലാ ടോപ്പിക്കും വേഗം പഠിക്കാം. ഒന്നും നമുക്ക് കളയാനില്ല. 2ാം പാഠം 3ാം പാഠം നമുക്കൊന്നും കളയാനില്ല. 4ാം പാഠത്തിലേക്ക് വരുമ്പോൾ 6 മാർക്കിൻ്റെയാണ് അവിടെ ഉള്ളത്. അവിടെ നമുക്ക് മെയിനായിട്ടൊരു പ്രോബ്ലം ആണ് പഠിക്കാനുള്ളത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാനുള്ളത് 2 സെക്ടർ ഇക്കോണമി ആണ്. സോ 2 സെക്ടർ ഇക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. എക്സ് ആൻഡ് എക്സ്പോർട്ട് തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിന് വരാറുണ്ട്. MPCയും MPSും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും വരാറുണ്ട്. പ്രോബ്ലം നമുക്ക് 2 മാർക്കിന് വരാറുണ്ട്. AD കർവ് നമുക്ക് വരയ്ക്കാൻ വരാറുണ്ട്. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണ് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. പ്രോബ്ലം നമുക്ക് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ 2 സെക്ടർ ഇക്കോണമിയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാനുള്ളത്.
സി ബാർ ബൈ 1 മൈനസ് സി വെച്ചിട്ട് നമുക്ക് ഇക്വിലിബ്രിയം ഇങ്ക് കണ്ടുപിടിക്കാനുള്ളത്. എ ബാർ ബൈ 1 മൈനസ് സി. പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ് സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ. ഇതൊക്കെയാണ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഇത് പ്രോബ്ലം വീഡിയോയിൽ ചെയ്യും കേട്ടോ. വൈകാതെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കും. ദെൻ ചാപ്റ്റർ 5ലേക്ക് കടക്കുമ്പോൾ 8 മാർക്കാണ്. ഇവിടെ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ്, കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. നമുക്ക് ആ ഫ്ലോ ചാർട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫിൽ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും അത് പഠിച്ചു പോവാം. ഫിസിക്കൽ പോളിസി എന്താണ്? ഫങ്ഷൻസ് നമുക്ക് 4 മാർക്കിന് ചോദിക്കും, കമ്പോണൻസ് 4 മാർക്കിന് ചോദിക്കാറുണ്ട്, ഫ്ലോ ചാർട്ട് 4 മാർക്ക് 5 മാർക്കിനാണ് ചോദിക്കുക. ഫിസിക്കൽ പോളിസി എന്താണ്? മൾട്ടിപ്ലയറുകൾ 2 മാർക്കിന് ചോദിക്കും. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഒക്കെ പോലെ കുറേ മൾട്ടിപ്ലയറുകൾ ഉണ്ട്. അത് ദെൻ റവന്യൂ ഡെഫിസിറ്റ്. ഇത് പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ചോദിക്കാറ് കേട്ടോ. റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. ദെൻ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇക്കോണമി ആണ്, എക്സ്റ്റേണൽ സെക്ടർ ആണ്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാം ഓപ്പൺ ഇക്കോണമി എന്താണ് എന്ന് നമുക്ക് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓപ്പൺ ഇക്കോണമി അതുപോലെ ക്ലോസ്ഡ് ഇക്കോണമി എന്താണെന്ന്. BOPയും BOT നമ്മൾ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റും ബാലൻസ് ഓഫ് ട്രേഡും 4 മാർക്കിന്. ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അതായത് ഇവിടെ 3 മെത്തേഡ് ഉണ്ട്, 3 കർവുകളും നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമുക്കൊരു 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് പ്രോബ്ലം ആയിട്ട് 4 മാർക്കിന് ചോദിക്കും. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. മൾട്ടിപ്ലയറുകൾ 2 മാർക്കിന്. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ചോദിക്കാം, ട്രാൻസ്ഫർ മൾട്ടിപ്ലയറുകൾ ചോദിക്കാം, ഏത് മൾട്ടിപ്ലയർ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ വൈസ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇത്ര പഠിച്ചാൽ തന്നെ A+ ഉറപ്പാണ് കേട്ടോ. കാരണം ഓരോ പാഠത്തിലും നമ്മൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിട്ടുണ്ട്, ഒഴിവാക്കാൻ പാടില്ലാത്തത് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഓരോ ചാപ്റ്ററും വെയിറ്റേജ് അറിഞ്ഞ് ടോപ്പിക് അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ പഠിച്ചാലാണ് മാക്രോ എക്കണോമിക്സിൽ 6 പാഠം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾ മൈക്രോയിലും മാക്രോയിലും കുറേ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, 2 ദിവസം ഉണ്ട്, നല്ല ടൈമുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.